മൻ ഖബ്ബല ഖദമി ദഖലൽ ജന്ന. നോക്കുങ്ങൾ, അന്നൊക്കെ ഇപ്പൊ ഈ സഖാഫിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്ത് പറയും? സ്വർഗത്ത് കടക്കാവിഞ്ഞ ഒന്നും വേണ്ട, അയാളെ കാരണം മുത്തിയാലല്ലോ, ഇതൊന്നും ദീനല്ല എന്ന് പ്രസംഗിക്കില്ലേ? പ്രസംഗിച്ചു. അതിന്റെ സ്ഥാനമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ കുടിമരത്തെ നിങ്ങൾ നിഷേധിച്ചത്. സലീം ഉസ്താദ് വ്യക്തമായി പറയും. ഈ കള്ളന്മാരൊക്കെ പുറത്ത് കാണണ്ടേ? സുന്നി പേര് പറഞ്ഞ് പണം പിരിക്കാൻ ഔലിയാക്കളെ പേര് പറഞ്ഞ് നടക്കുക, എന്നാലോ സിറാജുല്ലുദക്ക് വലിയ മുബാറക്കായ സ്ഥാനമാണ്. കണ്ടോ, അതതിന്റെ രസം. ആ മണ്ണുംകട്ടയ്ക്ക് സ്ഥാനം ഉണ്ടെന്ന് ഏത് ആളെ പറഞ്ഞു? നിങ്ങൾ സ്ഥാനം പറഞ്ഞാൽ പോലെ നേർച്ചക്കടം വീട്ടിട്ട് അങ്ങനെ ഇങ്ങനെ എന്നല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നേർച്ചക്കട വേറോടൊക്കെ ഉണ്ട്. ജാഹിലിയത്തിലില്ലേ കാഫിരീങ്ങൾ നേർച്ച ചെയ്യുന്നില്ലേ? അസുഖം മാറുന്നില്ലേ? മുബാറക്കാണോ അല്ലേ? അത് അതിന്റെ ആളുകൾ പറയണം. ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മദീനത്തെ പള്ളിയിൽ നിന്നൊരു സ്വഹാബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. കാരണം അന്ന് ബൈത്തുൽ മുഖദ്ദസ് അറിയപ്പെട്ട സ്ഥലല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്തിനാണ് പോകുന്നത്? എന്റെ ഈ പള്ളി ഇത് വലിയ പുണ്യമുള്ള പള്ളിയാണ്. ആ നേരത്തുള്ള സംസാരാണത്. അത് റസൂൽ പറയലോടുകൂടി അതിന്റെ ആ സ്ഥാനം ഏറ്റവും പുണ്യമായി. മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. അല്ലാഹു റസൂൽ പറഞ്ഞല്ലേ, മദീനത്തെ ആ സ്ഥലം അത് റസൂൽ വരുന്നതിന് മുമ്പ് ഏതോ ആൾക്കാരെ തോട്ടാണ്. ആ സ്ഥലം ഒന്നോടുണ്ടല്ലോ. പിന്നെ അല്ലാഹു റസൂൽ അവിടെ വീട് വെച്ചു, അവരുടെ ഭാഗം പള്ളിയാക്കി. ആ പള്ളിയിൽ തന്നെ മിമ്പർ സ്ഥലത്ത് വെച്ചു. അതൊക്കെ വെച്ചു കുറെ കാലത്തിന് ശേഷം റസൂൽ പറയാണ്, എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ഈ സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗ്ഗത്തോപ്പിൽപ്പെട്ടതാണ്. സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. ആ സ്വർഗ്ഗമാണല്ലോ. അപ്പൊ സ്വർഗ്ഗത്ത് കയറി അവിടെ കയറിയാൽ മതി. പിന്നെ ഇഷ്കാറുണ്ടാക്കുക, സ്വർഗ്ഗത്ത് കയറി പുറത്തു പോരൂലെന്നുണ്ട്. അവിടെ പോയാൽ പുറത്തു പോരുണ്ടല്ലോ, അപ്പൊ സ്വർഗ്ഗമല്ല പറയില്ലേ ഈ ഹയവാന്മാർ. നിങ്ങൾ മനസ്സിലാക്കണ്ട, ഇതൊന്നും സുന്നിയാണ്. ഇതൊക്കെ വലിയ തനിച്ച കുഫറിന്റെ വലാലത്തിന്റെ വാദം പറഞ്ഞടക്കല്ലേ. ഇവരിങ്ങോട്ട് പറയാണല്ലോ. നമ്മളിതൊക്കെ പറയാൻ കാരണം പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കുടിമരത്തിനെ കുറിച്ച്. എന്നിട്ട് പിന്നെ അത് സിംഗിടികൾ മുറിച്ചെടുത്ത് അതിനെ പരിഹസിക്കുക, കളിയാക്കുക. പെട്ടുപോകരുത് നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്ത് പറയുന്നതിന് മുമ്പ് അവിടെ ഒന്നുമില്ലല്ലോ. ആ വാക്ക് പറയലോടുകൂടി അതിന്റെ സ്ഥാനം വലുതാണ്. സ്ഥാനം കൂടുതൽ തിരിഞ്ഞത് കൊറോണ എന്ന മഹാം വന്നപ്പോഴാണ്. അപ്പോഴല്ലേ റൗദയുടെ സ്ഥാനം എല്ലാവർക്കും ഒന്നും കൂടി മനസ്സിലായത്. മുമ്പ് അങ്ങനെ തോന്നിയതുപോലെ കയറി ഇറങ്ങാൻ. പിന്നെ അവിടെ വന്ന് ടിക്കറ്റ് എടുക്കണം, അട്ടപ്പാതിരിക്കൊക്കെ വന്ന് കാത്തിരിക്കണം. എന്തൊരു ഉഷാറുണ്ട്. ഹബീബായ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണത്. അത് തന്നെയാണ് മശായിഖന്മാരുടെ എല്ലാം വഴി. അത് ആ ഖദമിൽ വരുന്ന ആളുകൾ ഖിയാമം വരെ പറയും, നിങ്ങളേതോ കൊടിമരം പോലെയല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ വലിയുള്ളാഹി തൃപ്പരച്ചി ഉസ്താദ് നാട്ടിയ ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിലും റിഫായി ഷെയ്ഖിന്റെ പേരിലുള്ള കൊടിയും അതിന്റെ ഇടയിലുള്ള സ്ഥലവും അത് അവര് പറഞ്ഞാൽ മതി. പിന്നെ നിന്റെ ഒരു മുസ്തനദിനും അതിന് ആവശ്യമില്ല.